അതിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ടേബിളിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മീഷോ കയറിയിട്ടൊരു ഓർഗനൈസർ മേടിക്കാൻ. അങ്ങനെ ഓർഗനൈസർ തപ്പി മീഷോ കയറിയപ്പോൾ അത്യാവശ്യം വലിയ ഓർഗനൈസറിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 200-150 രൂപ തൊട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് വെറും ഒരു 50 രൂപ കൊടുത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഉണ്ടാക്കിയ കാരണം ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം ഇതേപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഓർഗനൈസർ നിങ്ങൾക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വഹിച്ച് ആട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്കൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ നീറ്റായി കിട്ടും കേട്ടോ. ഇനി ഇത് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ഇതിൽ വെക്കാം കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളും. സൈഡ്സിൽ ഞാൻ പെന്ന് അതുപോലെ പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കമ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിക്ക്. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അടിക്ക് ഇതേപോലെ ഒരു ബോർഡ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അടിഭാഗം ക്ലിയറായി കിട്ടും. ഗം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് മെയിനാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെക്കുമ്പോഴത്തേക്കും നമ്മളുടെ കമ്പാർട്ട്മെൻറ്റൊക്കെ അടന്ന് വീഴാൻ തുടങ്ങും. ഇത് ഞാൻ ഇതിൻ്റെ പേരെന്താ ഐവറി ഷീറ്റാട്ടോ. ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവൊന്ന് മെഷർ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതും കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എനിക്കറിയില്ല. ഇതേപോലെയൊക്കെ വെച്ചെടുത്ത് ഉഡായിപ്പ് തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു ഡോറും കൂടെ സെറ്റ് ചെയ്ത്, ഡോറല്ല ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കാനുള്ളൊരു സംഭവമില്ലേ, അതും കൂടെ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റാക്കി കിട്ടും കേട്ടോ. ഇനി മേലത്തെ ഷെൽഫ് നമ്മളിങ്ങനെ തുറക്കുന്ന ടൈപ്പാട്ടോ കൊടുക്കുന്നത്. ഷെൽഫൊക്കെ തുറക്കുന്ന പോലെ അതിനൊരു പേൾ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്യാനുള്ളൊരു ബോവും കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ. എന്നിട്ട് കളർ ചെയ്തെടുക്കാം. ആദ്യം ഈ വലിക്കുന്ന ഭാഗത്ത് മാത്രം ഒരു ചെറുതായിട്ടൊരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ചു അപ്പുറത്ത് കുറച്ച് ഗ്രിഡ് ലൈൻസും കൂടെ കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ എനിക്കിഷ്ടമായില്ല. അങ്ങനെ കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ കേട്ടില്ലേ, അതേപോലെ ആക്കിയെടുത്ത് ലാസ്റ്റ് ഇതേ കാണുന്ന പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഫുൾ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓർഗനൈസർ. കുറേ ഐറ്റംസ് കൊള്ളു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഐറ്റംസ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.